അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ വഴികാട്ടിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദമാം സ്റ്റുഡിയോയിൽ നിന്നാണ്. പീസ് റേഡിയോ വഴികാട്ടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് നമ്മുടെ യുവ ഡോക്ടറാവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഡോക്ടർ ജവാദാണ്. ജവാദിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉപ്പായുടെ കൂടെ കൈപിടിച്ച് നമ്മുടെ സെൻറ്ററുകളിലും അതുപോലെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ വന്നിരുന്ന ജവാദ്. പിന്നെ നമ്മൾ കാണുന്നത് ഇവിടുത്തെ മദ്രസയിലെ പ്രോഗ്രാമിൽ, മദ്രസയിലെ കുട്ടികളുടെ പ്രോഗ്രാമിൽ അവരുടെ ആക്ടിവിറ്റിയുടെ കൂടെ, അതുപോലെ ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ കളിച്ച് വളർന്നിരുന്ന ഒരു ചെറിയ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ കാണാതായി. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ നിന്നും പഠന ആവശ്യാർത്ഥം നാട്ടിലേക്ക് പോയി. അവിടെ പഠനം കഴിഞ്ഞു, പരീക്ഷയുടെ റിസൾട്ട് അറിയാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു യുവ ഡോക്ടർ ആവാൻ പോകുന്ന ജവാദ് ആണ് നമ്മോടൊപ്പമുള്ളത് വഴികാട്ടിയിൽ. ഇനി ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും പല രക്ഷിതാക്കളും, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള അല്ലെങ്കിൽ സൗദി അറേബ്യയിലുള്ള പല രക്ഷിതാക്കളും നമ്മളോട് പറയുന്ന ഒരു പ്രശ്നമാണ്, നമ്മുടെ മക്കൾ ഇനി നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നമ്മളെ കൂടെ വളർന്ന് ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നാട്ടിലെ ഒരു അന്തരീക്ഷത്തിലേക്ക് പറിച്ചു നടുമ്പോൾ അവിടെ കുറേ പ്രയാസങ്ങളുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കളുണ്ട്. അപ്പോൾ അതിൽ കുറേയൊക്കെ സോഷ്യൽ മീഡിയ വഴി ഉള്ളതും ഇല്ലാത്തതൊക്കെ കേട്ട് ബേജാറായി സംസാരിക്കുന്ന കുറേ രക്ഷിതാക്കൾക്ക് വേണ്ടി യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ പഠിച്ച ഒരു കുട്ടിക്ക് നാട്ടിൽ പോകുമ്പോൾ അവിടെ നിന്നും അനുഭവിക്കുന്ന പോസിറ്റീവ് എന്താണ്, നെഗറ്റീവ് എന്താണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ജവാദിൽ നിന്നും മനസ്സിലാക്കുക എന്നാണ് ഈ ഒരു വഴികാട്ടിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജവാദ് ആലുവ സ്വദേശിയാണ്. ഇവിടെ ഡോക്ടർ അബ്ദുൽ കബീർ, ഇവിടുത്തെ ദമാം മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ അബ്ദുൽ കബീറിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് ഹണി എന്നാണ്. ഈ പ്രോഗ്രാമിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞാൻ പല കുട്ടികളും നമ്മോട് പറയുന്ന ഒരു കാര്യം, ഇവിടെ പഠിക്കണ്ട, ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ്, റൂം, പിന്നെ സ്കൂൾ, ഇത് മാത്രമേ ഉള്ളൂ, നാട്ടിലാണ് സുഖം, ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ കുറേ നാട്ടിലേക്ക് പോകണം എന്നൊക്കെ പറയുന്ന പല കുട്ടികളുണ്ട്. എന്നാൽ തിരിച്ച് പറയുന്നവരുണ്ട്. പക്ഷേ ഇവിടെ പഠിച്ച് വളർന്ന് നാട്ടിലേക്ക് പോയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇവിടുത്തെ ഈ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് എന്താണ്, ഇപ്പോൾ എങ്ങനെയാണ് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത്, എന്താണ് അവിടുത്തെ ഒരു കാര്യങ്ങളൊന്ന് പറയാമോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ, നബീന മുഹമ്മദിൻ ഖാതിമിൻ നബിയീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഒരു വേദിയിൽ വന്നിരിക്കാൻ പറ്റിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇവിടെ പഠിച്ച ഒരു കാലത്തിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നത്. ഞാനിവിടെ പഠിച്ചത് ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ദമാമിലായിരുന്നു. അതിനൊപ്പം തന്നെ നമ്മുടെ ദമാം ഇസ്ലാമിക് സെൻറ്ററിൽ മദ്രസ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നാടായിട്ട് കമ്പയർ ചെയ്യുമ്പം ചിലപ്പോൾ നമുക്ക് തോന്നാം ഇവിടുത്തെ ലൈഫ് കുറച്ചും കൂടി ഒരു മോണോട്ടോണസ് ആണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ആലോചിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു അച്ചടക്കമുള്ള ഒരു ലൈഫാണ് നമ്മുടെ ഇവിടുത്തെ. അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് സ്കൂളിലായാലും നമുക്ക് ബാക്കി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, അതെല്ലാം ഉണ്ട്. പിന്നെ മദ്രസയിൽ നമ്മൾ പോകണതനുസരിച്ച് നമ്മുടെ കൂട്ടുകാരുടെ എണ്ണങ്ങൾ കൂടുന്നു, കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നു. അതുപോലെ തന്നെ മദ്രസയിൽ തന്നെ നമുക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസ് അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ നാടായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും വലിയൊരു വ്യത്യാസമില്ല. അൽഹംദുലില്ലാ, ഇവിടെ പഠിച്ചത് തന്നെയാണ് ഒരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്നത്. വെറുതെ ആളുകൾ കുറേ പറഞ്ഞിട്ടുണ്ടാക്കുകയാണ് ഗൾഫിൽ പഠിക്കുമ്പോൾ ഒരു ഇടുങ്ങിയ ചിന്താഗതി വരുന്നൊക്കെ. അത് കൂടുതലും അങ്ങനെ പറയുന്നതാണ്. നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ പരിചയപ്പെടാനുള്ള അവസരമൊക്കെ ഇവിടെ നമുക്ക് ഗൾഫിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ജവാദ് പറയുന്നത്, പിന്നെ ഇവിടെയുള്ള ഗൾഫിലുള്ള കുട്ടികളോടാണ് അത്തരം ഒരു ചിന്തയുള്ള കുട്ടികളുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് തന്നെയാണ്. തന്നെയാണ് ഞാൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇവിടെ നിന്നും പഠനം കഴിഞ്ഞ് നാട്ടിലേക്ക് ചെന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ളൊരു ഫീലിംഗ് എന്തായിരുന്നു? നമുക്കവിടെ ഒരുപാട് പിന്നെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ പോയിട്ട് എന്തൊക്കെ തുടക്കത്തിലുള്ള നമുക്കവിടെ ആദ്യമായിട്ട് പോകുമ്പോൾ മെയിനായിട്ട് ഇപ്പം പേരൻസ് മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും അങ്ങോട്ട് വിടുക, കാരണം നമ്മുടെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ ജോലി ഇവിടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യം പോകുമ്പോൾ ഒരു ഹോം സിക്നെസ് അങ്ങനത്തെ ഒക്കെ ഒരു ഫീലിംഗ് വരാം. നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആദ്യമായിട്ടായിരിക്കും. അതിപ്പോൾ നാട്ടിൽ നിന്ന് വന്ന പിള്ളേരാണെങ്കിലും അവർ ഹോസ്റ്റലിൽ ആദ്യമായിട്ട് വന്ന് നിൽക്കണമായിരിക്കും.
അപ്പോൾ അത് നമ്മുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു ഹോം സിക്നെസ്സിൻ്റെ ഒരു രീതി. അത് പയ്യെ പയ്യെ നമുക്ക് മാറുന്നതാണ്, അല്ലാണ്ട് അത് കാരണം വലിയൊരു വിഷയം നമുക്ക് ഉണ്ടാവുന്നതല്ല. അത് വലിയൊരു പ്രയാസമുള്ളതല്ല. അതിനെങ്ങനെ ഓവർകം ചെയ്തിരുന്നത്? അത് നമുക്ക് എന്താണ്, ആ സമയത്ത് നമുക്ക് ഫോണൊക്കെ കയ്യിലുണ്ടാവും. നമുക്ക് എല്ലാ ദിവസവും നമ്മൾ പേരൻസായിട്ടൊരു കണക്ഷൻ വെക്കാം. നമുക്ക് ആദ്യമായിരിക്കും സത്യം പറഞ്ഞാൽ ഈ ഒരു ഹോം സിക്നെസ് ഫീൽ ചെയ്യുക. കുറച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടുകാരെ വിളിക്കുന്ന കുറയുന്നതാണ് ചെയ്യുക. ആദ്യം നമുക്ക് പോകുമ്പോൾ ഒരു ഹോം സിക്നെസ് ആയിരിക്കും. അത് കഴിഞ്ഞ് പയ്യെ പയ്യെ നമ്മൾ വീട്ടുകാരുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നതും വീട്ടുകാരെ വിളിക്കുന്നതും ഒക്കെ കുറഞ്ഞാൽ വരാം. അത് കുറയാൻ പാടില്ല. നമ്മളതപ്പം മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. നമ്മുടെ വിശേഷങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വന്നിട്ട് അന്ന് തന്നെ നമ്മൾ നടന്ന കാര്യങ്ങളൊക്കെ ഉമ്മാനോട് ആദ്യം തന്നെ പറയും നമ്മൾ. പക്ഷെ നമ്മൾ കോളേജിലൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ പറഞ്ഞാൽ ശരിയാവുമോ, ആ ഒരു ചിന്ത മാറ്റി നമ്മളെപ്പോഴും പേരൻസായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും വെക്കുക. അത് പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു പോസിറ്റീവ് ഒരു ഗുണം കിട്ടുന്നത് എന്താണ്? എങ്ങനെയാണ് അതിനെ? അത് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ നമ്മൾ അകപ്പെട്ടു പോവുക. നമ്മൾ മെയിനായിട്ട് അപ്പോൾ ആദ്യം നമ്മളെ ചോദിക്കുക നമ്മുടെ ഫ്രണ്ട്സിനോടായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ അത്ര എക്സ്പീരിയൻസ് ഉള്ളൂ ലൈഫിനെ പറ്റി. നമ്മുടെ പേരൻസ് ആകുമ്പം കൂടുതൽ കാര്യങ്ങൾ കണ്ടേക്കുന്ന ആൾക്കാരാണ്. പിന്നെ എപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നന്മ പ്രതീക്ഷിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പേരൻസാണ്, വാപ്പായും. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് പ്രശ്നം വന്നാലും ആദ്യം തന്നെ വാപ്പാനും ഉമ്മാനും വിളിച്ചു പറയാം. ചിലപ്പോൾ ആദ്യം ഒരു വഴക്കൊക്കെ കേട്ടേക്കാം, പക്ഷെ അത് കഴിഞ്ഞ് അവരെന്തായാലും നമുക്ക് നന്മ വരുന്ന കാര്യങ്ങൾ എന്തായാലും ചെയ്യുള്ളൂ. അപ്പോൾ അതെപ്പോഴും നമ്മൾ വിചാരിക്കുക മനസ്സിൽ. അപ്പോൾ വളരെ വളരെ വിലപിടിച്ച ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. നമ്മളെ കുട്ടികളോടാണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് മൂടി വെക്കാതെ അത് സമയാസമയങ്ങളിൽ വേണ്ടപ്പെട്ട രക്ഷിതാക്കളെ അറിയിക്കുക എന്നതാണ് ജവാദ് പറഞ്ഞതിൻ്റെ രത്നചുരുക്കം അല്ലേ? ഇനി അവിടെ എവിടെയാണ് പഠിച്ചത്? ഇവിടുന്ന് സ്കൂൾ കഴിഞ്ഞിട്ട് എവിടെയായിരുന്നു പോയത്? എവിടെ പഠനം തുടങ്ങിയത്? സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ് ആദ്യം എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ കോളേജിലാണ് കയറിയത്. എവിടെ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഗവൺമെൻറ് ഇതിൽ കിട്ടിയതായിരുന്നു. അൽഹംദുലില്ലാ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഫൈനൽ ഇയർ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ MBBS എന്ന് പറഞ്ഞാൽ ഒരു 4.5 വർഷമുള്ള കോഴ്സാണ്. അത് കഴിഞ്ഞ് 1 വർഷം ഹൗസ് സർജൻസി നമുക്ക് അവിടെ വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ 4.5 വർഷത്തെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലീവിന് ഇപ്പോൾ അൽഹംദുലില്ലാ ഇവിടെ വന്നേക്കാണ് വാപ്പാൻ്റെ അടുത്ത് ദമാമിൽ. അൽഹംദുലില്ലാ. നമ്മൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ, നമ്മൾ ഈ ഒരു പ്രോഗ്രാം തുടക്കത്തിൽ തന്നെ ഹംദും സലാത്തും ചൊല്ലി തുടങ്ങിയ ഈ ജവാദ്, നമുക്ക് വേണ്ടത് ഇത്തരം ഡോക്ടർമാരും ഇത്തരം എൻജിനീയർമാരുമാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ആവുന്നതിലപ്പുറം ഖുർആനിനെയും സുന്നത്തും ഒക്കെ മുറുകെ പിടിച്ച് അതൊപ്പം വളർത്തി പഠിച്ചു പോകുന്ന ഒരു ഡോക്ടറെയാണ് നമുക്ക് വേണ്ടത്. ഇത്തരം വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ജവാദ് ഇവിടെ റിസൾട്ട് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഒരു ചെറിയ സന്ദർശനത്തിന് വേണ്ടിയിട്ട് പാനിമാനം കാണാൻ വേണ്ടി വന്നപ്പോഴാണ് പീസ് റേഡിയോയിൽ വരുന്നുള്ളത്. നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇതുപോലുള്ള വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും വേണം. അവർ അങ്ങനെ ഉള്ള വിദ്യാർത്ഥികളാണ് ഇനി അടുത്ത തലമുറയിൽ വരേണ്ടത്, നമ്മുടെ നാടിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ. ഇപ്പോൾ പഠിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് മെയിനായിട്ട് വന്ന ചില പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രയാസങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു കോളേജിൽ ചേർന്ന് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ, അതാണ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. കാരണം നമ്മളിവിടെ നമ്മുടെ എപ്പോഴും ഒരു കൺട്രോൾ പേരൻസിൻ്റെ ഉണ്ടാവും. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏത് കോളേജിൽ ചേർന്നാലും നമ്മൾ ഹോസ്റ്റലിലായിരിക്കും മിക്കവാറും നിൽക്കുക. അപ്പോൾ എല്ലാ കൺട്രോളും നമ്മുടെ കയ്യിലായിരിക്കും കിട്ടണം. എപ്പോഴും നമ്മളിപ്പോൾ ഗൾഫിലാണെങ്കിലും സ്റ്റുഡൻ്റായ സമയത്തായാലും കോളേജിൽ പോകുമ്പോഴും അള്ളാഹു നമ്മളെ വാച്ച് ചെയ്യണ്ടെന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ട, അത് വേണം. അത് കൂടാണ്ട് നമ്മുടെ പേരൻസിൻ്റെ ഒരു സംരക്ഷണം കുറയണനുസരിച്ച് നമ്മുടെ ഫ്രീഡം കൂടുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എപ്പോഴും ഒരു നല്ലൊരു ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുക. അതിൻ്റെ മെയിൻ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ കോളേജിൽ ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്ന കോളേജായിരിക്കും നമ്മളിപ്പോൾ ചേരുന്ന കോളേജുകളിൽ. അതിലിപ്പോൾ ചിലത് നമുക്ക് ഹലാലായ പരിപാടികളാവാം, ചിലത് ഹറാമായതായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഹറാമായ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യം വരാം. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ പിയർ പ്രഷർ എന്ന് പറയും. നമ്മൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ള കൂട്ടുകാരെ നമ്മളൊരു പരിപാടിക്ക് വിളിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നോ പറയാനാണ് എപ്പോഴും ബുദ്ധിമുട്ട്. നമുക്ക് യെസ് പറഞ്ഞ് വരുന്നു എന്ന് പറയാൻ എളുപ്പമാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ചോദ്യത്തിന് നോ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ അടുത്തൊരു ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ട് നീ വരുന്നില്ല. നമ്മൾ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുവാണ്, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? അപ്പം നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് അങ്ങനെ ചോദിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് നോ പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനൊരു ആൻസർ കൊടുക്കേണ്ടി വരും. ആദ്യത്തെ സമയങ്ങളിൽ ചിലപ്പം എനിക്ക് തന്നെ ഒരു കറക്റ്റ് ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കൂടുതലും ഖുർആനും സുന്നത്തും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും ഇതിനൊക്കെ ഉള്ളൊരു ആൻസർ. അതാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊരു ഡൗട്ട് വന്നാലും എപ്പോഴും നമ്മൾ ഖുർആനും സുന്നത്തും നോക്കാം, നമുക്ക് അതിന് പറ്റിയൊരു ആൻസർ കിട്ടും ഏതൊരു ക്വസ്റ്റ്യനും.
എന്തിൻ്റെ ഒരു പരിഹാരം നമ്മൾ ഖുറാനിലുണ്ട് അല്ലേ? സുന്നത്തിലുണ്ടാവും. പിന്നെ നമ്മൾ ഈ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനെ കുട്ടികളെ തിരഞ്ഞെടുക്കാനുള്ളൊരു അവസരം ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നമുക്ക് കിട്ടുന്ന ആളുകൾ ഇപ്പോൾ ചിലപ്പം ഈ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിക്കോളുന്നില്ല. അവർക്ക് ചില ചീത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് അതിനൊക്കെ ഓവർകം ചെയ്യാൻ? നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും എന്തായാലും നമ്മുടെ ബാച്ചുകളിൽ ഒരുപാട് കറക്റ്റായിട്ട് നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാവും. ചിലപ്പോൾ ആദ്യം നമ്മൾ പോണ സമയത്ത് നമ്മൾ അറിഞ്ഞില്ല എന്ന് വരുള്ളൂ. അപ്പോൾ കൂടുതൽ അങ്ങനത്തെ ആൾക്കാരായിട്ട് നമ്മൾ തന്നെ അവരായിട്ട് മിങ്കിൾ ചെയ്ത് ആ ഭാഗത്തേക്ക് അടുക്കാൻ നോക്കാം. കാരണം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ 5 നേരം നിസ്കരിക്കണമെങ്കിൽ നമുക്ക് നിസ്കരിക്കാനൊരു ഇതായി. കാരണം നമുക്ക് ഒറ്റയ്ക്ക് എപ്പോഴും ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ കൂടെ നമ്മൾ ഇപ്പം ഈ ഇവിടെ വളരുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഇസ്ലാഹി സെൻ്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കണോണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. ദീനിലേക്ക് അടുക്കാൻ കൂടുതൽ എളുപ്പമാണ്. ചിലപ്പോൾ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ വരാം. എന്നാലും നമ്മുടെ ബാച്ചുകളിലൊക്കെ ഉണ്ടാവും നന്നായിട്ട് നിസ്കരിക്കുന്നൊക്കെ ആൾക്കാർ. അപ്പോൾ അവരിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് നാട്ടിൽ പോകുന്ന കുട്ടികൾക്ക് ഉള്ള ഒരു ഉപദേശമാണിത്. കാരണം നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവിടെ എന്തായാലും ആ ചുറ്റുപാടത്ത് നമുക്ക് പറ്റുന്ന ആളുകളുണ്ടാവും. അവരെ പോയി കണ്ടുപിടിച്ച് അവരുടെ കൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫ്രണ്ട്സാക്കി എടുക്കുക എന്നുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കേൾക്കുന്നതാണ്. എല്ലാത്തരം ആളുകളുണ്ടാവും. ഇപ്പം നിങ്ങളിവിടെ പഠിച്ച ആളുകൾ ഇവിടെ പഠിച്ച കുട്ടി എന്ന നിലയ്ക്ക് നമുക്ക് ഇവിടുത്തെ ഒരു അന്തരീക്ഷം അറിയാമല്ലോ. അവിടെ മതമുള്ളവനും മതമില്ലാത്തവനും ഈ എല്ലാത്തിനെയും എതിർക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മളെ അടുത്ത കാലത്ത് നമ്മൾ ഭക്ഷണത്തിൽ ഹലാൽ ഫുഡ് എന്തിനാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയാണ് അതിനൊക്കെ ഓവർകം ചെയ്തത്? അങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആ ഒരു സംഭവം പറയുമ്പോഴാണ് ഫസ്റ്റ് നമ്മൾ എല്ലാത്തരം ആൾക്കാരുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ ജീവിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സോഷ്യൽ സർക്കിൾ ചെറുതായിരിക്കും. നമ്മുടെ പേരൻസ്, അവരുടെ ഫാമിലി ഫ്രണ്ട്സ്, അവരുടെ മക്കൾ, അല്ലെങ്കിൽ മദ്രസ, അങ്ങനെ കുറച്ച് ആൾക്കാർ നമുക്ക് അറിയണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ ചുറ്റുപാടത്തുള്ള ആൾക്കാരെല്ലാവരും നമുക്കെപ്പോഴും നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരാവും. നമ്മളൊരു കോളേജിലേക്കൊക്കെ മാറുമ്പം ഒരുപാട് ആൾക്കാരെ നമ്മൾ പരിചയപ്പെടും. എല്ലാവരും നമുക്കെപ്പോഴും നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരാവണമെന്നില്ല. അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കുക എപ്പോഴും മനസ്സിൽ. പിന്നെ രണ്ടാമത് ചോദിച്ചത് വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാം. ഇപ്പം നമ്മൾ ഒരു പ്രാക്ടീസിങ് മുസ്ലിം എന്ന നിലക്ക് ഇപ്പോഴത്തെ ഒരു നാട്ടിലൊരു സിറ്റുവേഷൻ അനുസരിച്ച് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരാം. അത് പല രീതിയിൽ വരാം. ഇപ്പോൾ ഞാനൊരു അനുഭവം പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമാണ് മെസ്സിൽ വെച്ചിട്ട്. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡിസ്കഷൻ വന്നു, ഈ ഹലാൽ എന്താന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് എനിക്ക് 1-2 കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ അതിനെപ്പറ്റി. എൻ്റെ കൂടെ വേറെ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അറിയുന്ന 1-2 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി പഠിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് കിട്ടുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ അറിയുന്ന കാര്യങ്ങളിൽ ഹലാൽ എന്ന് പറയുമ്പം ഒന്ന് ബിസ്മില്ല പറഞ്ഞ് അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മൾ അറക്കണം ആ ഇറച്ചീനെ. പിന്നെ വേറൊരു കാര്യം പറയുന്നത് പറഞ്ഞാൽ എപ്പോഴും ഒരു ഷാർപ്പ് നൈഫ് ഉപയോഗിക്കുക. ആനിമലിന് നമ്മൾ മാക്സിമം അതിനെ വേദന അറിയിക്കാണ്ട് നമ്മളതിനെ കൊല്ലുക. അതാണ് രണ്ടാമത്തെ. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായ ഇറച്ചികൾ ഒഴിവാക്കുക. ഇങ്ങനെ പന്നി മാംസം അതൊക്കെ ഒഴിവാക്കുക. പിന്നെ മരിച്ചു കിടക്കുന്നത് പോയി കഴിക്കാണ്ടിരിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഹലാലാവാൻ. അത് ചിലപ്പോൾ നമുക്ക് ആകെ അറിയുന്നത് ചിലപ്പോൾ ബിസ്മില്ല ചൊല്ലണം മാത്രമായിരിക്കും. പിന്നെ ചിലവർക്ക് അറിയണത് ആകെ നമ്മൾ ഷാർപ്പ് ഒരു സാധനം ഉപയോഗിച്ച് കൊല്ലാൻ മാത്രം. പിന്നെ വേറൊരു സംഭവം ശ്രദ്ധിക്കാൻ പറഞ്ഞേക്കണത്, നമ്മളിത് കൊല്ലുമ്പം ഫുൾ രക്തം ആനിമലിൽ ഉള്ളത് പുറത്തേക്ക് പോകുന്നു. ഇതെല്ലാം സഹിഹ ഹദീസിൽ വന്നേക്കണ കാര്യങ്ങളായി പറഞ്ഞേക്കണം. അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ അടുത്ത് ചോദിക്കുന്നവർക്ക് വേണ്ട ആൻസർ ചിലപ്പോൾ ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ആവാം. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതൊരു സംഭവം ഇപ്പോൾ നമ്മൾ ഇസ്ലാമിലൊരു കാര്യം ചെയ്യുന്നു, ഒരാൾ നമ്മളോട് ചോദിക്കുന്നു നീ എന്തിനാ അത് ചെയ്യുന്നത്, ആദ്യത്തെ ആൻസർ എപ്പോഴും നമ്മുടെ ദീനാണ് ഫോളോ ചെയ്യണം. അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് നമ്മൾ ചെയ്യണം. അല്ലാതെ അവിടെ ശാസ്ത്രത്തിന് അതല്ല നമ്മൾ ആദ്യം പറയേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ ഫോളോ ചെയ്യുന്നത് ഇസ്ലാമാണ്, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ അള്ളാഹുവിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ചിലപ്പം പക്ഷേ ഇതിൻ്റെ ഒപ്പം ചിലപ്പോൾ നമുക്കൊരു സയന്റിഫിക് ഇപ്പോഴത്തെ കാലത്തെ സയൻസ് വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. 1-2 കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് ഒന്ന് പറയണമെന്ന് പറഞ്ഞാൽ ബ്ലഡ് മൊത്തം പോകണം. ഇപ്പം നമ്മളിപ്പം ഒരു ആനിമലിനെ അടിച്ചു കൊല്ലുകയാണ്, അപ്പോൾ ബ്ലഡ് അതിൻ്റെ അകത്ത് കട്ട പിടിക്കാം. അപ്പോൾ ഈ വിൽക്കുന്നവർക്ക് അത് എളുപ്പമാണ്, കുറച്ചും കൂടി വെയിറ്റ് കൂടും. പക്ഷെ ഇതിൽ കൂടെ കുറച്ചും കൂടി ബാക്ടീരിയാസ്, ടോക്സിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് നമുക്ക് അസുഖങ്ങൾ വരാം. അപ്പോൾ അതൊരു സയന്റിഫിക് ഇതാണ് ഇതിൻ്റെ ഒപ്പം ഉള്ളത്. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷാർപ്പ് അവിടെ നമ്മളൊരു പോയിന്റ് ഇപ്പം ഇത്ര വളരെ ഭംഗിയായിട്ടാണ് നമ്മളോട് ഇത് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു അല്ലേ അതിനെ അറക്കണം, ആ രക്തം കളയണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിപ്പോൾ നമ്മൾ ശാസ്ത്രം പറഞ്ഞതുകൊണ്ടല്ല നമ്മൾ അംഗീകരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു സത്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക്
പഠിച്ചവനുള്ള വിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. അതിൻ്റെ അപ്പോൾ ആനിമലിന് ആ സമയത്തുണ്ടാവുന്ന ആ ഒരു ടെൻഷൻ അത് കുറവായിരിക്കും. അത് കാരണം അത് റിലീസ് ചെയ്യുന്ന ചില കോർട്ടിസോൾ പോലത്തെ സ്ട്രെസ്സിൽ വന്ന ഹോർമോൺസ് കുറവായിരിക്കും. അത് കാരണം ഇറച്ചിൻ്റെ ക്വാളിറ്റി കൂടാം. അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ സയൻസ് വെച്ചിട്ട് നമുക്കറിയാം. പിന്നെ ഈ പന്നി മാംസത്തിൽ കൂടാണ് കൂടുതലും നമ്മുടെ ടേപ്പ് വമൊക്കെ പകരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ നമ്മുടെ സയൻസ് വെച്ച് അറിയാം. അപ്പോൾ ചിലപ്പം എല്ലാം നമുക്ക് സയൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം നമ്മൾ വാശി പിടിക്കരുത്. കാരണം നമ്മളൊരു കാര്യം ചെയ്യുന്നത് അത് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കുന്നതുകൊണ്ടാണ്. പക്ഷെ അതിൻ്റെ കൂടെ അത്ഭുതകരമായിട്ട് നമുക്ക് അറിയാൻ പറ്റുമ്പോൾ നമ്മൾ കൂടുതൽ അള്ളാഹു തആലയോട് അടുക്കുകയാണ്. ഇങ്ങനത്തെ ഒക്കെ ഇതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ടെന്ന് അറിയുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് സന്തോഷം കൂടും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പിന്നെ ഈ ശാസ്ത്രീയമായ ചില സത്യങ്ങൾ കണ്ടതിന് ശേഷം ഇസ്ലാമിലേക്ക് കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഓർമ്മയിലുണ്ടോ? അങ്ങനെ അധികം ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഇപ്പോൾ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ പിന്നെ ഈ ഇതേപോലുള്ള ചർച്ചകളൊക്കെ സാധാരണ ഗ്രൂപ്പുകളിലൊക്കെ നമ്മളെ റൂമുകളിലൊക്കെ വരാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് അതിനൊക്കെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചവരായിക്കൊള്ളുന്നില്ല. അപ്പോൾ നീയൊരു വലിയ പിന്നെ മൗലവി അല്ലെങ്കിൽ നീയൊരു അങ്ങനെയുള്ളൊരു പേര് ഒക്കെ കളിയാക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യാറ്? നമ്മൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ആൾക്കാരോടുള്ളൊരു സമീപനം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ആ ഒരു രീതി എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും ശാന്തമായിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചിരിച്ചുകൊണ്ട് സമാധാനത്തിലാണ് നമ്മളൊരു കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിലവരൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചിലപ്പോൾ ഹാർഷായിട്ടായിരിക്കും ചോദിക്കുക, കുറച്ച് ദേഷ്യപ്പെട്ടിട്ടായിരിക്കും ചോദിക്കുക. നമ്മളപ്പോൾ കൂളാവുക ആദ്യം തന്നെ. ഇപ്പം എല്ലാ കാര്യത്തിലും ഞാൻ പറഞ്ഞില്ല സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ടാവണമെന്നില്ല. ഇപ്പം നമ്മുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കണ വലത്തെ കൈ കൊണ്ട് കഴിക്കാനും വലത്തെ കൈ കൊണ്ട് കുടിക്കാനാണ്. എന്താ ഇടത്തെ കൈ കൊണ്ട് ചെയ്തതെന്ന് ഒരാൾക്ക് ചോദിക്കാം. കാരണം എല്ലാം ചോദിക്കാനുള്ള ഫ്രീഡം ഉണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ നമ്മൾ പറയും എന്താ അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കൊണ്ട് ഞാൻ ചെയ്യുന്നു. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഇതേ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സയൻസ് വെച്ചിട്ട് ചിലപ്പം സയന്റിഫിക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനും കൂടി പറ്റും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ ഇരുന്നിട്ട് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ അതിന് വേണമെങ്കിൽ അതിന് നമുക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചോദ്യങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ അറിയാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാൻ ഇപ്പോൾ ഇഷ്ടംപോലെ റിസോഴ്സസ് ആണ്. അതിൽ നമ്മൾ ഒതന്റിക് ആയിട്ടുള്ള റിസോഴ്സ് എടുക്കുക, പഠിക്കുക. ഇനി എനിക്കൊരു ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മളിപ്പോൾ അവിടെ പഠിക്കുമ്പോൾ പഠനം മാത്രമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാന്നല്ലോ നമ്മളെ ലക്ഷ്യം. അതോടൊപ്പം ഈ ഇസ്ലാമിക പഠനം അല്ലെങ്കിൽ ദഅവത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ കിട്ടിയിരുന്നോ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഒരു കോഴ്സിൽ നമ്മൾ ചേരുവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ അക്കാഡമിക്സ് ആണ്. നമ്മുടെ കരിയർ, നമ്മുടെ ജോലി ആ ഒരു രീതിയിൽ കൂടെയാണ് വന്നത്. അത് നമ്മുടെ ഈ ഒരു ദുനിയാവിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. നമുക്ക് ദുനിയാവിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്തു പോകാനുള്ള കാര്യങ്ങളാണ്. അതിനെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദീന്. അതിൽ 5 നേരം നിസ്കരിക്കുന്ന കാര്യമാണ് നമ്മൾ മെയിനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കാരണം 5 നേരം നിസ്കരിക്കുന്ന ആളെ കൊണ്ട് തെറ്റുകൾ ചെയ്യാൻ കുറവായിരിക്കും ചാൻസ്. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് നമ്മുടെ ക്യാമ്പസുകളുടെ ചുറ്റും ഒക്കെ ചിലപ്പോൾ ഇസ്ലാമിക ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആദ്യം മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ചുറ്റുഭാഗത്ത് തന്നെ കുറേ ഇസ്ലാമിക് ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ എപ്പോഴും നമ്മൾ റീചാർജ് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഈമാൻ എപ്പോഴും നമ്മൾ റീചാർജ് ചെയ്യാൻ നോക്കാം. ഈ ക്ലാസ്സുകളിൽ പോയി പങ്കെടുക്കുക, അങ്ങനത്തെ ആൾക്കാരായിട്ട് ഇടപെടുക. അപ്പോൾ നമുക്ക് കൂടുതൽ ദീനിലേക്ക് അടുക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെ പഠിക്കുകയാണെങ്കിലും അതിന് ചുറ്റുഭാഗത്ത് ഉണ്ടാവും. എന്തായാലും നമ്മളതൊന്ന് സെർച്ച് ചെയ്ത് ഇറങ്ങിയാൽ മതി. ചില രക്ഷിതാക്കൾ പറയുന്നതൊക്കെ എൻ്റെ മോന് പഠിക്കാൻ തന്നെ ഒരുപാടുണ്ട്, മറ്റുള്ളതിനൊന്നും സമയം കിട്ടില്ല എന്ന് പറഞ്ഞത് അതൊരു ശരിയായ വാർത്തയാണോ? അതൊരു ശരിയായ ഇതല്ല. കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമ്മളത് ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഫസ്റ്റ് നമ്മുടെ ദീന്, അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. രണ്ടാമത് നമ്മുടെ പഠന കാര്യങ്ങൾ, അത് നമ്മൾ നോക്കുക. പിന്നെ മൂന്നാമത് നമുക്ക് അള്ളാഹു തആല തന്ന നമ്മുടെ ശരീരം. അതിന് നമ്മൾ എപ്പോഴും ഒരു ദിവസം തന്നെ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ഒരു എക്സസൈസ്, ജിമ്മോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യണം. അത് ഈ ഒരു നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. എല്ലാവരും ഇപ്പോൾ നമ്മുടെ ചെറിയ പ്രായക്കാരായാലും വലിയ പ്രായക്കാരായാലും ഇപ്പോൾ നമ്മൾ ഏത് അസുഖം എടുത്താലും, ഷുഗർ എടുത്താലും പ്രഷർ എടുത്താലും, ഇതിലൊക്കെ ഒരു മെയിൻ ഇത് വന്നത് ഡെയിലി ഒരു 45 മിനിറ്റ്സ് എക്സസൈസ്. ദീനിന്റെ ഒരു ഭാഗം കൂടിയാണ് ആരോഗ്യം. നമ്മുടെ അള്ളാഹു തആല തന്ന നമ്മുടെ ശരീരം നമ്മൾ കാരണം അതിനെ ഇതാക്കരുത്. വേറെ അസുഖങ്ങളൊക്കെ അള്ളാഹു തആലന്റെ പരീക്ഷണമായിട്ട് വരാം. അല്ലാണ്ട് നമ്മൾ കാരണം തന്നെ വന്ന കുറേ അസുഖങ്ങളുണ്ട്. അതൊക്കെ നമ്മളെപ്പോഴും വരാണ്ട് നോക്കുക. അപ്പോൾ പിന്നെ ഈ ഇവിടുന്ന് പഠിച്ച ഒരു ഖുർആനും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, അതോ പിന്നെ അതിനുശേഷം പഠനം ഒപ്പം തന്നെ കൊണ്ടുപോകുന്നുണ്ടോ? അതിനുശേഷം ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഓരോ സംശയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എടുത്ത് നോക്കും കാര്യങ്ങൾ. നമുക്കിപ്പോൾ ഖുർആൻ തഫ്സീറൊക്കെ ഈസിലി അവൈലബിൾ ആണ്. പണ്ടത്തെ പോലെ അല്ല, നമുക്ക് കിട്ടും. നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പണ്ട് മദ്രസയിൽ കേട്ട ഒരു ഖുർആൻ ആയത്തൊക്കെ ആവാം. അതൊക്കെ നമ്മളെടുത്ത് നോക്കാം. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം.
കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മദ്യം, അപ്പോൾ ആൽക്കഹോളിനെ പറ്റി ഖുറാനിൽ കുറേ സ്ഥലത്ത് പറയുന്നുണ്ട്. അതിൽ സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ട്, ഇസ്മുഹ അക്ബറു മിൻ നഫ്ഇഹ, അതിലുള്ള തെറ്റ് അതിലുള്ള ശരീനെക്കാട്ടിലും വലുതാണ്. അതുകൊണ്ടാണ് അള്ളാഹു താല പറയണത് നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം. അത് മൊത്തത്തിൽ മാറി, പക്ഷെ അതിൽ നിന്ന് മൊത്തത്തിൽ മാറി നിൽക്കുക. അപ്പോൾ ഈ ചെറിയ ശരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും ചിലപ്പോൾ ആ ഒരു കുറച്ച് സമയത്ത്. പിന്നെ ചില അസുഖങ്ങൾ ആൽക്കഹോൾ പ്രൊട്ടക്ഷനായിട്ട് ആക്ട് ചെയ്യണം എന്നൊക്കെ സ്റ്റഡീസ് ഉണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറേ നാൾക്ക് മുമ്പ് വരെയുള്ള സ്റ്റഡീസ് പറഞ്ഞുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൽക്കഹോൾ കുടിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല, ആ ഒരു രീതിയിലായിരുന്നു മെഡിക്കൽ സ്റ്റഡീസ് പറഞ്ഞുകൊണ്ടിരുന്നത്, അന്നത്തെ സയൻസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചില അസുഖങ്ങളിൽ അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയായിരിക്കും. പക്ഷേ ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് നമ്മൾ എടുത്തു നോക്കിയാൽ ഫസ്റ്റ് ഡ്രിങ്ക് ഓഫ് ആൽക്കഹോൾ മുതൽ നമ്മുടെ ബോഡീനെ ഹാം ചെയ്യുന്നതാണ്. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡി. അത് ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും സയൻസ് ആയിട്ട് നമുക്ക് വാശി പിടിക്കാൻ പാടില്ല. സയൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് സ്റ്റഡി ഫസ്റ്റ് ഡ്രിങ്ക് ഓഫ് ആൽക്കഹോൾ മുതൽ നമ്മുടെ ബോഡീനെ അത് ഹാം ചെയ്യണം. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞാണ് ഖുറാനിൽ തുടക്കത്തിലുള്ള അല്ലാഹു തആല പറയുന്നത് നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കാനാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ ഹദീസുകളിൽ പറയുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു മെയിൻ മാതാവായിട്ട് വരുന്നത് ഏതാണ്? നമ്മുടെ ലഹരി മദ്യങ്ങളാണ്. ഇനിയിപ്പോൾ ഇപ്പോൾ ഈ ലഹരിയെ കുറിച്ച് പറഞ്ഞല്ലോ, ഇപ്പോൾ ലഹരിയുടെ ലഹരി ഉപയോഗിക്കുന്നതും ഒക്കെ കുട്ടികളും ഒക്കെയാണ് എന്നുള്ളത് ആണല്ലോ ഇപ്പോൾ കൂടുതലും വാർത്താ മാധ്യമങ്ങൾ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന അന്തരീക്ഷങ്ങളിൽ അങ്ങനെ വല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും? അല്ലെങ്കിൽ അവിടെ ലഹരിക്ക് വേണ്ടിയിട്ട് ഈ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള MDMA പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ വാർത്തകളിലൂടെയാണ് അറിയണത്. അല്ലാതെ കോളേജിലൊന്നും അങ്ങനത്തെ കോളേജുകളിൽ നമുക്കിപ്പം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവാതിരിക്കാം, ഓരോ കോളേജ് അനുസരിച്ച് മാറാം. പക്ഷെ നമ്മൾ ഇതിനെക്കാട്ടിലും വെറി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഏറ്റവും ചെറുതായ മദ്യം ഇതുപോലും നമുക്ക് ഹറാമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആ ഭാഗത്തേക്കേ പോകില്ല അതനുസരിച്ച്. അപ്പൊ നമ്മൾ ശരിക്കും നമ്മുടെ ദീൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മദ്യത്തിലേക്ക് പോലും പോകില്ല, അതിന്റെ മേളിലേക്കുള്ള സംഭവത്തിലേക്ക് നമ്മൾ എന്തായാലും പോകില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ കൂടുതൽ വാർത്തകളിൽ കുട്ടികളിപ്പോൾ പല രീതിയിലും യുക്തിവാദം, അതായത് മൈ ബോഡി മൈ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ അതൊക്കെ കോളേജുകളിൽ നിന്നാണ് വരുന്നതാണ് അറിയപ്പെടുന്നത്. അത്തരം സംഭവങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ വല്ല കാര്യങ്ങൾക്ക് നിങ്ങളായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്താണ് കോളേജിൻ്റെ ഒരു അവസ്ഥ എന്താണ്? അത്ര കാര്യങ്ങൾ ഇപ്പോൾ കോമൺ ആണ് നമ്മുടെ ക്യാമ്പസുകളിൽ, കോമൺ ആണ്. കാരണം കൂടുതൽ ഇപ്പോൾ ചിന്തകൾ മാറി വന്നൊരു സമയമാണ്, ലിബറലിസം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കോളേജുകളിൽ വന്നൊരു സമയമാണ്. അതിനും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ഈമാൻ എപ്പോഴും സ്ട്രോങ് ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും തെറ്റും ശരി ഏതാണ്. സാധാരണ അവർ ഏത് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യാറ്? നമ്മളെ ഇത് അപ്രോച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ അപ്രോച്ച് ചെയ്യാൻ മീൻസ് അവിടെ കോളേജിൽ എങ്ങനെയാണ് അത് വ്യാപനം നടത്തുന്നത്? വ്യാപനം നടത്തുന്നതിനെക്കാട്ടിലും നമുക്ക് കൂടുതൽ അത് മനസ്സിലാവാന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരെ ചിന്താഗതി, എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ തുടങ്ങുക, അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് അത് വരാം. എന്താ അങ്ങനെ ചെയ്താൽ എന്താ ഇങ്ങനെ ചെയ്താൽ, അങ്ങനത്തെ കുറേ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലും വരാം. എന്താ ഇപ്പം ഇങ്ങനെ ചെയ്താൽ, എന്താ അങ്ങനെ ചെയ്താൽ, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴൊന്നും ഇല്ലല്ലോ, നമ്മളിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്താൽ. അത് ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മുടെ ബേസ് സ്ട്രോങ് ആവാം. കാരണം ബേസ് സ്ട്രോങ് അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു തപ്പൽ വരും. നമ്മുടെ ഈമാൻ എപ്പോഴും സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമ്മളെ ഒരു കാര്യം ചെയ്യുന്നത് അത് ഫസ്റ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു താല നബി സല്ലല്ലാഹു പറഞ്ഞേക്കണോണ്ടാണ് നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മളെന്തുകൊണ്ട് ഈ രീതിയിൽ വസ്ത്രം ധരിക്കുന്നു, അതിൻ്റെ ഉത്തരം എന്താണ്? അതാണ്. അല്ലാണ്ട് എല്ലാത്തിനും നമുക്കൊരു എന്താ പറയുക സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ അല്ല നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ജവാദ് പറഞ്ഞത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ കാര്യത്തിലും ഈ ദീനിൽ ഒരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും പിടിച്ചു നിൽക്കാം. അതായത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. അത് നമ്മൾ പഠനം ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണം അല്ലേ? പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ട് വളരെ സോഷ്യൽ മീഡിയ കുട്ടികൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഫോണൊക്കെ ഉപയോഗിക്കണമല്ലോ. സോഷ്യൽ മീഡിയ നിങ്ങളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വശത്തെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ ടോപ്പിക്കാണ്. എന്നാലും എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊറോണ വന്നില്ലേ, അതിനുശേഷമാണ് ഈ ഫോണുകൾ പിള്ളേരുടെ കയ്യിലേക്ക് കൂടുതൽ എത്തുന്നത്. കാരണം ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങി. അപ്പോൾ ഒരു 2 കൊച്ചുള്ള ഫാമിലികൾക്ക് കുഴപ്പമില്ല. പക്ഷെ അതിൽ കൂടുതൽ പിള്ളേരുള്ളവരും പിന്നെ വാപ്പാക്ക് ജോലിക്ക് പോകണമെങ്കിലൊക്കെ ഇവരുടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ പിള്ളേർക്ക് ഓരോരുത്തർക്ക് ഫോൺ കൊടുക്കേണ്ട ഒരു അവസ്ഥ. അപ്പോൾ സ്കൂളുകളിൽ തന്നെ ഇപ്പോൾ ശരിക്കും ഫോൺ ഉപയോഗം വന്നു. കാരണം ഞാനൊക്കെ എനിക്കിപ്പം MBBS അഡ്മിഷൻ കിട്ടിയതിന് ശേഷമാണ് എനിക്കൊരു ഫോൺ സ്വന്തമായിട്ട് കിട്ടുന്നത്. അതുവരെ ഈ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഫോണിലൊക്കെയാണ് നമ്മൾ പണിഞ്ഞുകൊണ്ടിരുന്നത്. അത് കൂടുതൽ ആൾക്കാരും എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ആ ഒരു രീതിയിലാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ പിള്ളേരുടെയിലും ഉണ്ട്. അത് വാപ്പാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ കോവിഡ് വന്ന സമയത്ത് നമുക്ക് ഓൺലൈൻ ക്ലാസ് നിർബന്ധമായിരുന്നു, അന്നത്തെ ഒരു ആവശ്യം. അത് കാരണം കുറേ പേരുടെ കയ്യിൽ ഫോൺ കിട്ടി.
പിന്നെ ഈ ഫോണുകളിൽ നമ്മുടെ ഈ ഒരു ഏജിലുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാം. ഫേസ്ബുക്ക് കൂടുതലും പ്രായമുള്ളവരാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും സത്യം പറഞ്ഞാൽ അതന്നെ അമ്മാവന്മാർ ആ രീതിയിലാണ്. അപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായ ആൾക്കാർ മിക്കവാറും അതിൽ നിന്ന് ഇന്നാക്റ്റീവായി നമ്മുടെ ഇൻസ്റ്റാഗ്രാമാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തോന്നിയ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ പോയതിനു ശേഷമാണ് ഇൻസ്റ്റാഗ്രാം എടുക്കണത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും നമ്മൾ കൂട്ടുകാരൊക്കെ ആ ഒരു സമയത്ത് ഇൻസ്റ്റാഗ്രാം എടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ഫൈനൽ ഇയർ ആയപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാമിലെ മെയിൻ സംഭവം നമ്മുടെ റീൽസാണ്. ഈ ഒരു ചെറിയ 20 സെക്കൻഡ് 30 സെക്കൻഡ് വീഡിയോ വിത്ത് മ്യൂസിക് അതായിരിക്കും നമ്മൾ കൂടുതൽ കാണാം. അതപ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് വിടും. അതിലൂടെ എനിക്കും എൻ്റെ കൂട്ടുകാർക്കൊക്കെ മനസ്സിലായ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇത് യൂസ് ചെയ്താണ്. നമുക്ക് മെയിനായിട്ട് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ ഒരു അറ്റൻഷൻ സ്പാൻ ഉണ്ട്. നമ്മളൊരു കാര്യത്തിൽ ശ്രദ്ധിച്ച് എത്ര നേരം ഇരിക്കുന്നു അത് പയ്യെ കുറഞ്ഞു വരിക, കുറയ്ക്കാൻ വേണ്ടി. കാരണം നമ്മൾ ഈ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ മണിക്കൂറോളം ചിലപ്പോൾ ഇരിക്കും പഠിക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾ ഈ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ഒരു അറ്റൻഷൻ സ്പാൻ കുറയുക. കുറച്ച് നേരം പഠിക്കുമ്പോൾ തന്നെ നമുക്കങ്ങ് മടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിലുള്ള വീഡിയോസൊക്കെ ചെറിയ വീഡിയോസാണ് 30 സെക്കൻഡ്. പിന്നെ ചിലവർ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൽ യൂട്യൂബ് ഉണ്ടാവും, അതിൽ യൂട്യൂബ് ഷോർട്സ് ഉണ്ട്, അതും ഇതേ സെയിം സംഭവമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് എൻ്റെ ഒരു അനുഭവം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അനുഭവമൊക്കെ നമ്മൾ മാക്സിമം മാറി നിൽക്കുന്നതാണ്. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 1-2 വർഷമായിട്ട് കൂടിയേക്കണ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേക്ക് IDs ആണ്. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും വെക്കാം. പ്രൈവറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോളോവേഴ്സ് മാത്രം നമ്മുടെ ഫോട്ടോസൊക്കെ കാണുള്ളൂ. അതിലിപ്പം ചിലപ്പം ചില ഫേക്ക് IDs നമുക്ക് റിക്വസ്റ്റ് അയക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. പിന്നീട് അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോട്ടോസൊക്കെ ഇല്ലേ അതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കും. എന്നിട്ട് അവർ വേറൊരു അക്കൗണ്ട് തുടങ്ങും. എന്നിട്ട് അവരെന്തെയ്യെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ മെസ്സേജ് അയക്കും, എടാ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിലാണ്, എനിക്ക് കുറച്ച് പൈസ അയച്ചുതരാം, അങ്ങനത്തെ രീതിയിൽ. പിന്നെ നമ്മുടെ തന്നെ ഉള്ള ഫ്രണ്ട്സ് ഏതെങ്കിലും ഗേൾസിനൊക്കെ ചീത്ത മെസ്സേജ് അയക്കുക. അങ്ങനത്തെ രീതിയിൽ ഈ ഫേക്ക് IDs ഭയങ്കര കൂടിയിരിക്കുന്ന സമയമാണ്. ഒരുപാട് പേരുടെ കാശൊക്കെ പോയിട്ട് നമ്മൾ ഒരാളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ വളരെ 100% നമ്മൾ ശ്രദ്ധിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ചിലപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫ്രണ്ട്സ് നോക്കിയിട്ടായിരിക്കും അക്സെപ്റ്റ് ചെയ്തതിൻ്റെ അകത്തൊക്കെ. അപ്പോൾ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കോളേജൊക്കെ അങ്ങ് സെലക്ട് ചെയ്യും. ഇപ്പോൾ എൻ്റെ കോളേജിലൊക്കെ 250 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു സാധനം അക്സെപ്റ്റ് ചെയ്യണതിന് മുമ്പ് നോക്കും മ്യൂച്വൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. ചിലപ്പോൾ ഒരു 5-10 മ്യൂച്വൽ ആണെന്ന് നമ്മൾ വിചാരിക്കും, എൻ്റെ കൂടെ ഉള്ള 10 പേരുടെ ഫ്രണ്ടാണല്ലോ. അപ്പോൾ ഇവരിത് പയ്യെ കയറണ്ടായിരിക്കും ഇതിൻ്റെ അകത്ത്. അതാണ് ഈ 5-10 ആൾക്കാർ. അത് നമുക്കാദ്യം മനസ്സിലായിട്ടില്ല. എൻ്റെ ഒക്കെ അക്കൗണ്ടിൽ തന്നെ നമ്മൾ വന്നതിന് ശേഷമാണ് ഇത് മനസ്സിലാക്കാൻ തുടങ്ങിയത്, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ഫേക്ക് IDs വരും, ഫേക്ക് വീഡിയോ കോൾസ് വരും, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ നമ്മൾ പെട്ടെന്ന് വരും. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ വിളിച്ചു പറയാം ഇതാണ് സംഭവം. പിന്നെ നമുക്ക് സൈബർ സെക്യൂരിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് നമ്മൾ ജസ്റ്റ് പോയാൽ നമുക്കിതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ അത് വേണ്ടപ്പെട്ടൊരു അറിയിക്കലാണ്. അതിങ്ങനെ വെച്ചിരുന്നിട്ട് നമ്മൾ സ്വയം സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കരുത് എന്നാണ് അല്ലേ. ഇനി മറ്റൊരു വിഷയം, നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് വെക്കേഷൻ വരും. ആ വെക്കേഷൻ സമയത്ത് നിങ്ങളെങ്ങനെ, ഇപ്പോൾ പാരൻസ് ഇവിടെ ഗൾഫിലാണ് ഉണ്ടാവുക, അപ്പോൾ ആ വെക്കേഷൻ എങ്ങനെ നിങ്ങൾ പിന്നെ മാനേജ് ചെയ്യാറ്, എന്താണ് മൊത്തത്തിൽ? ഓക്കെ, നമുക്കിപ്പോൾ പ്രൊഫഷണൽ കോഴ്സസ് ആകുമ്പോൾ വെക്കേഷൻസ് കുറവായിരിക്കും. പിന്നെ ചില കോഴ്സസിന് ചിലപ്പോൾ കൂടുതൽ വെക്കേഷൻസ് ഉണ്ടാവും. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വെക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ഫാമിലീൻ്റെ അടുത്ത് പോകാൻ നോക്കാം. ഇപ്പോൾ പേരൻസ് ഗൾഫിലാണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ നാട്ടിലുണ്ടാവും. കൂടുതൽ നമ്മൾ ഈ ഹോസ്റ്റലിലൊക്കെ ആ സമയത്ത് നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ വേറെ വഴിയിലേക്കൊക്കെ പോകാനുള്ള ചാൻസ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു പേരൻസായിട്ട് കണക്ഷൻ വെക്കുക, നമ്മുടെ റിലേറ്റീവ്സായിട്ട് കണക്ഷൻ വെക്കുക. വെക്കേഷനൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിലേക്ക് തന്നെ പോകാൻ നോക്കാം. അല്ലാണ്ട് അവിടെ നിന്ന് തന്നെ നിൽക്കാണ്ട് അതായിരിക്കും എപ്പോഴും നല്ലത് നമുക്ക്. ആ ഒരു കണക്ഷൻ എപ്പോഴും വെക്കാനും പിന്നെ നമ്മൾ എപ്പോഴും ഒരു നന്മയിൽ മറ്റുള്ള തെറ്റുകളിലേക്ക് പോകാനുള്ള ചാൻസുകൾ കൂടും. അങ്ങനെ നമ്മൾ കുറേ സമയം ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ ചിന്ത മാറാനൊക്കെ പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മളെ പിന്നെ സ്വാധീനപ്പെടുത്താനുള്ള ചാൻസസ് ഉണ്ടല്ലേ. എന്തായാലും പിന്നെ നമുക്ക് ഞാൻ പിന്നെ ജവാദിനെ മനസ്സിലാക്കിയെടുത്തോളം കാലം ഇവിടെ പിന്നെ നല്ലൊരു അന്തരീക്ഷത്തിൽ വളർന്ന് പിന്നെ ഇവിടുത്തെ സൗദി അറേബ്യയിൽ നിൽക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ. നമ്മുടെ ഉദാഹരണത്തിന് നമ്മൾ ഏതൊരു പിന്നെ ഇപ്പം നോമ്പ് വരികയാണെങ്കിൽ നോമ്പിൻ്റെ സമയത്തൊക്കെ ഇവിടെ ഒരു വലിയൊരു ഉത്സവമാണ് നോമ്പ്. നമുക്ക് ഇവിടെ റമദാൻ ടെൻറ്റുകൾ, തറാവീഹ്, അത് അത്രയും കാര്യങ്ങളിലൊക്കെ കിട്ടിയിരുന്ന ഒരു പിന്നെ അവസ്ഥ എന്തായാലും നാട്ടിൽ കിട്ടൂല. പക്ഷേ എങ്ങനെയായിരുന്നു അതിനൊക്കെ മാനേജ് ചെയ്യുന്നത് അവിടെയൊക്കെ പിന്നെ നോമ്പ് കാലമൊക്കെ വരുമ്പോഴൊക്കെ ഈ ഹോസ്റ്റലിലും ഒക്കെ ആകുമ്പോൾ അതിനൊക്കെ എങ്ങനെ തരണം ചെയ്തിരുന്നു, അല്ലെങ്കിൽ അതെന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടിരുന്നു? അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഇവിടെ ചില സമയത്ത് എനിക്ക് തോന്നുന്നു സൗദിയിൽ ചിലപ്പോൾ നമുക്ക് നോമ്പിന് സമയത്ത് ലീവൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സുഖമായിട്ട് ഉച്ചവരെ ഉറങ്ങാം. ചിലപ്പോൾ സൗദിയിൽ ചിലപ്പോൾ മഗ്‌രിബ് ബാങ്കൊക്കെ നേരത്തെ ആയിരിക്കും. നാട്ടിൽ ഏകദേശം ഒരു 6:15 6:45 ആ ഒരു രീതി ആയിരിക്കും. നമുക്ക് സ്കൂളുകളിലുണ്ടാവും, അഥവാ കോളേജുകൾ അതും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ നോമ്പ് പിടിച്ച് പോകുന്നത്.
അൽഹംദുലില്ലാ ഞാൻ പഠിച്ച ക്യാമ്പസിന് ചുറ്റും നമുക്ക് പള്ളികളുണ്ടായി. അപ്പോൾ നമ്മൾ ചുറ്റും ഒരു ക്യാമ്പസ്, ഏത് ക്യാമ്പസ് എടുത്താലും ചുറ്റും ഏതെങ്കിലുമൊക്കെ പള്ളികളുണ്ടാവും. അപ്പോൾ പള്ളികളിൽ തന്നെ ആയിരുന്നു പോയി നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ. അൽഹംദുലില്ലാ പിന്നെ നമ്മുടെ തറാവി നിസ്കാരമൊക്കെ പള്ളികളിൽ പോയിട്ടായിരുന്നു. അങ്ങനെ ആ ഒരു ചുറ്റുഭാഗത്ത് നമ്മൾ എവിടെ നോക്കിയാലും ഒരു പള്ളികളുണ്ടാവും. അപ്പോൾ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് തുറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ അത്താഴത്തിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ പോയി വാങ്ങിച്ചു വെക്കും ഭക്ഷണം, അത് കഴിക്കും. ആ രീതിയിലായിരുന്നു അൽഹംദുലില്ലാ നോമ്പൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെയൊക്കെ പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ ഖുർആനൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തി തറാവീഹിനൊക്കെ പോകുമ്പോൾ അവിടെ പിന്നെ നമുക്ക് തറാവീഹിന് നിൽക്കാനൊക്കെ അവസരങ്ങളൊക്കെ കിട്ടാറുണ്ടോ? ചില പള്ളികളിൽ അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്ക് തറാവിക്ക് ഇമാം നിൽക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അൽഹംദുലില്ലാ. അത് നമ്മൾ ഇവിടെ പഠിച്ച ആ ഒരു ഖുർആൻ്റെ ശൈലി അത് കാരണമാണ് നമുക്ക് അവിടേക്ക് ഒരു ചാൻസ് കിട്ടണം. നമ്മൾ മദ്രസയിലും അല്ലാണ്ട് നമ്മൾ ഖുർആൻ്റെ ശൈലി ഇവിടുത്തെ ഒരു നമുക്ക് ആ ശൈലി പഠിച്ചേക്കണോണ്ടാണ് നമുക്ക് കൂടുതൽ ഓതാൻ പറ്റുന്നത് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഇപ്പം ഞാനൊരു പിന്നെ യാദൃശ്യമായിട്ട് തന്നെ ഒരു എനിക്കൊരു ആഗ്രഹമാണ്, പറ്റുമെന്ന് അറിയില്ല, നിങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും ഒരു സൂറത്തിൻ്റെ കുറച്ച് പിന്നെ ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പാരായണം ചെയ്യാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹിമിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹാഖ്ഖഹ് മൽ ഹാഖ്ഖഹ് وما أدراك ما الحاقة كذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية فهل ترى لهم من باقية وجاء فرعون ومن قبله والمؤتفكات بالخاطئة فعصوا رسول ربهم فأخذهم أخذة رابية إنا لما طغى الماء حملناكم في الجارية لنجعلها لكم تذكرة وتعيها أذن واعية. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. പിന്നെ നമുക്ക് അടുത്തൊരു പിന്നെ ഏരിയ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പിന്നെ പ്രോഗ്രാമുകളൊക്കെ കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മൾ ദമാമിലൊക്കെയാണ് സംബന്ധിച്ചോളം പല പിന്നെ നാട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ടുള്ള പിന്നെ പ്രോഗ്രാമുകൾ, കുട്ടികൾക്കുള്ള ഹൈസെക്ക് പോലുള്ള പ്രോഗ്രാമുകളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ ദമാമിൽ നിന്ന് പോയി നാട്ടിലേക്ക് എത്തിയപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അത്തരം വല്ല പിന്നെ പ്രോഗ്രാമൊക്കെ മിസ്സായിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചാൻസുകൾ അവിടെ കിട്ടിയിട്ടുണ്ടോ? എന്താണ് ആ ഒരു ഏരിയയിൽ? ആ ഒരു ഏരിയ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിൽക്കണ അത്രയും നമുക്ക് ചാൻസസ് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിലും ഒരുപാട് ക്ലാസ്സസ് ഒക്കെ നമുക്കുണ്ട്. ഇപ്പോൾ നമ്മൾ 11th 12th സമയത്ത് ഹൈസെക്ക് അങ്ങനത്തെ പോലത്തെ പരിപാടികളുണ്ടായിരുന്നു. ഹൈസെക്കിനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പ്രോഫ്കോൺ പോലത്തെ പരിപാടികൾ, അതിനെപ്പറ്റിയൊക്കെ നമ്മുടെ കോളേജ് ഏകദേശം എല്ലാ ക്യാമ്പസുകളിലും അതിനെപ്പറ്റി അറിയുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് ഒരുപാട് പേരെ കണ്ടു. പ്രോഫ്കോണിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രോഫ്കോണിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പങ്കെടുത്ത വ്യക്തി എന്ന നിലയ്ക്ക് നമുക്കൊരു ഏകദേശം 2-3 ദിവസമുള്ള പരിപാടിയാണ്. നമ്മളവിടെ സ്റ്റേ ചെയ്യും. കുറേ കോളേജിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. നമ്മുടെ തന്നെ ഒരു ചിന്താഗതിയുള്ള ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും നമുക്ക് അൽഹംദുലില്ലാ. പിന്നെ ഒരുപാട് ആൾക്കാരുടെ ക്ലാസ്സസ് കുറേ ഇതേപോലെ തന്നെ നമ്മുടെ ഈ ക്യാമ്പസുകളിൽ ഈ ഞാൻ പറഞ്ഞ പോലെയും അല്ലാത്ത നമ്മുടെ ഈ പ്രശ്നങ്ങളും ആ ഒരു കറണ്ട് സമയത്തുള്ള പ്രശ്നങ്ങൾ അതായിരിക്കും കൂടുതൽ ഈ പ്രോഫ്കോണിലൊക്കെ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത് കാരണം കുറേ നമുക്ക് ഈ വരുന്ന ചോദ്യങ്ങൾക്ക് തന്നെ ഉത്തരം പറയാൻ അത് നമ്മൾ ഹെൽപ്പ് ചെയ്യും. എന്തായാലും ജവാദ് ഈ സ്റ്റുഡിയോയിൽ വന്ന് ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കാണിച്ച മനസ്സിന് അള്ളാഹു തങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ട് ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ട്. അവരോട് എന്താണ് ജവാദിന് പറയാനുള്ള, ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള നിലക്ക്? കാരണം കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും, കുറേ രക്ഷിതാക്കൾ ഇത് കേൾക്കുന്നുണ്ടാവും. അവരോട് എന്താണ് പറയാനുള്ളത്? അൽഹംദുലില്ലാ ഈ ഒരു പരിപാടിയിൽ വന്നതിൽ വളരെ സന്തോഷം. പിന്നെ മെയിനായിട്ട് നമ്മളിപ്പം പേരൻസിനോടും പിന്നെ എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് നാട്ടിലേക്ക് പഠിക്കാൻ പോകുന്ന, ഇവിടെ നിന്ന് പഠിച്ചിട്ട് നാട്ടിലേക്ക് പോകുന്ന അവരോടൊക്കെ മെയിനായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ഈ ഒരു 4.5 വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ഏത് പ്രശ്നങ്ങളും ചിലപ്പോൾ നമ്മൾ കുറേ തെറ്റുകൾ കാണാം,
അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. എല്ലാത്തിലും നമ്മൾ മെയിനായിട്ട് നമ്മുടെ ബേസ് എപ്പോഴും സ്ട്രോങ് ആവുക. നമുക്ക് അള്ളാഹു തആലയിലുള്ളൊരു വിശ്വാസം, വിശ്വാസം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മിക്ക കാര്യങ്ങളും നമുക്ക് എളുപ്പമാവും. കാരണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഏതൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പേരൻസിൻ്റെ അടുത്ത് നമ്മൾ പറയാം. അതേപോലെ തന്നെ ആദ്യം നമ്മൾ പറയേണ്ട അള്ളാഹുവിനോടാണ്. കാരണം അള്ളാഹു തആല നമ്മളോട് സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്താ പറയണേ? നമ്മുടെ ഫഇന്നി ഖരീബ് എന്ന് അള്ളാഹു തആല പറയണേ. എൻ്റെ അടിമകൾ എന്നെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിനോട് പറയാം അള്ളാഹു തആല പറയാൻ വേണ്ടി, ഞാൻ നിങ്ങളെ തൊട്ടടുത്തുണ്ട്, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് തരാം. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅൻ. എൻ്റെ അടിമകൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാൻ റെഡിയായിട്ട് നിൽക്കുക. അതുകൂടാതെ തന്നെ നമ്മളിപ്പം ഒരുപാട് തെറ്റുകളിൽ ചിലപ്പം നമ്മൾ പോയി പെട്ടേക്കാം. കാരണം 1-2 പ്രാവശ്യം നമ്മളൊരു തെറ്റുകൾ ചെയ്ത് അത് പിന്നെയും ചെയ്യാം. പക്ഷെ എപ്പോഴെങ്കിലും നമുക്ക് ആ ഒരു തക്വ വരാം, ആ ഒരു ദീന്, ആ സമയത്ത് നമ്മളത് സ്ട്രോങ് ആയിട്ട് പിടിക്കുക. അള്ളാഹു തആല സൂറത്തുൽ സുമറിൽ പറയണ പോലെ, ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. നിങ്ങൾ എത്ര തെറ്റുകൾ ചെയ്താലും നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെടരുത്. കാരണം അള്ളാഹു തആല നമ്മളെപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ എത്ര തെറ്റുകൾ ചെയ്താലും നമ്മളെ തൗബ അള്ളാഹു തആല അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ബുദ്ധിമുട്ടുകളിൽ ഇപ്പം തെറ്റുകളിൽ പെട്ടാലും നമ്മൾ ആദ്യം തന്നെ അള്ളാഹുവിനോട് പറയുക, ഇങ്ങനെ ഞാൻ ഒരു തെറ്റിൽ പെട്ടു, അള്ളാഹു തആല ഇനി എന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തുക. പിന്നെ നമ്മളെ പേരൻസിനോട് പറയുക കാര്യങ്ങൾ. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഒരു ഈമാൻ നമ്മൾ മാക്സിമം സ്ട്രോങ് ആക്കുക, അതെപ്പോഴും റീചാർജ് ചെയ്യാൻ നോക്കുക, ക്ലാസ്സുകളിൽ പോവുക, നല്ലൊരു ഫ്രണ്ട് സർക്കിളിനെ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞൊരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. കാരണം എന്താണെന്ന് വെച്ചാൽ കൽബ്, നമ്മുടെ ഹൃദയം എപ്പോഴും മാറി മറിയാം. അപ്പോൾ നമ്മൾ തന്നെ അള്ളാഹു തആലയോട് ചോദിക്കുക, പടച്ചോനെ നീ എൻ്റെ കൽബ് ഈ ദീനിൽ നീ സ്ട്രോങ് ആക്കി തരാൻ എനിക്ക്. കാരണം എപ്പോഴും നമ്മുടെ മനുഷ്യരുടെ ഹൃദയങ്ങൾ എപ്പോഴും മാറി മറിയാം, അത് ഓരോ സന്ദർഭം അനുസരിച്ച് മാറാം. അപ്പോൾ നമ്മൾ മരിക്കണ സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കറക്റ്റ് ദീനിൽ മരിക്കേണ്ട ഒരു അവസ്ഥ വേണം. എപ്പോഴും നമ്മുടെ അടുത്തേക്ക് മരണം വരാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു ദുആയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അങ്ങനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, എന്ത് തെറ്റുകൾ വന്നാലും കുഴപ്പമില്ല, അള്ളാഹു തആല നമുക്ക് പുറത്തു തരും. ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ക്യാമ്പസുകളിലും അങ്ങനെ പല രീതികളിലും നമുക്ക് പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് ഇൻഷാ അള്ളാഹ് ദുആ ചെയ്തും നമ്മുടെ പേരൻസിനോട് പറഞ്ഞ് നമുക്ക് കാര്യങ്ങളൊക്കെ റെഡിയാക്കാവുന്നേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ കുറേ സൂയിസൈഡ് റേറ്റ്സ് ഒക്കെ കൂടിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ, PGസിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അവരുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇന്നലെ വരെ കുഴപ്പമൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു, ആൾ ഹാപ്പി ആയിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു മൈൻഡിൻ്റെ ഒരു സമയത്തൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ മതി, ഒരു ഫ്ലിപ്പായാൽ മതി ആ ഒരു സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരാൻ. അപ്പോൾ നമ്മളെപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക പടച്ചവനോട് ഇതേപോലെ. കാരണം നമ്മുടെ ദീൻ നമ്മൾ സ്ട്രോങ് ആക്കി ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും സ്ട്രോങ് ആണ്. ഒരു ഹെൽത്തി മൈൻഡും ബോഡിയും നമുക്ക് വേണം. നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എക്സസൈസും കാര്യങ്ങളുണ്ട്, അതേപോലെ മൈൻഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ദീനും, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ഒരു ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയാൽ പോലും നബി പറയുന്നത് ആദ്യം അള്ളാഹുവിനോട് ചോദിക്കാണ്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ അള്ളാഹു തആലയോട് പറയാം, എനിക്കൊരു പ്രശ്നം വന്നു, അള്ളാഹു തആല നീ എന്നെ സഹായിക്കുന്നെന്ന്. ആ ഒരു ഷെറിൽ നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഏതൊരു പ്രശ്നം വന്നാലും നമ്മൾ അള്ളാഹു തആലയോട് ആദ്യം ചോദിക്കുക, പിന്നെ നമ്മുടെ പേരൻസിനോട് പറയാം കാര്യങ്ങൾ. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമുക്ക് ക്യാമ്പസുകളിൽ വന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തരണം ചെയ്യാൻ പറ്റും ഇൻഷാ അള്ളാഹ്. അൽഹംദുലില്ലാഹ്. ഇവിടെ ജവാദ് വളരെ വളരെ വ്യാപ്തിയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ജവാദിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അയച്ചു തന്ന ഡോക്ടർ അബ്ദുൽ കബീറിനോടും അദ്ദേഹത്തിൻ്റെ ജവാദിൻ്റെ ഉമ്മയോടും വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഇത്തരം കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. കുറേ കുട്ടികൾ നമ്മളുടെ ഈ പ്രത്യേകിച്ച് ഇന്ന് ക്യാമ്പസുകളിലൊക്കെ ഈ ലിബറലിസം പോലുള്ള ഈ നമ്മുടെ മതമില്ലാത്ത ആളുകളുടെ പ്രേരണയിലൊക്കെ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പ്രാർത്ഥനയിലൊക്കെ അവരെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.